സഹോദരി, നീ അകത്തിരിക്കൂ. ഞാൻ ജോലിക്ക് പോവുകയാണ്. വൈകിട്ട് തിരിച്ചു വരും. ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കി കഴിക്കുക. തൽക്കാലം ഞാൻ ഈ ഡോറ് പുറത്തുനിന്ന് പൂട്ടുകയാണ്. വിരോധമുണ്ടോ? അയാൾ കാശ്മീരി ഭാഷയിൽ അവളോട് ചോദിച്ചു. ഓക്കെ ജി സാബ്, ആവു ജാനേക്ക ബാത്. പോയിട്ട് വരൂ എന്നവൾ സമ്മതിച്ചു. അയാൾ അവളെ ഫ്ലാറ്റിനകത്താക്കി പുറത്തുനിന്നും ഡോർ ലോക്ക് ചെയ്ത് ലിഫ്റ്റ് വഴി താഴേക്കിറങ്ങി. ഫ്ളാറ്റിന്റെ അടിയിൽ കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്നും ഫ്ളാറ്റിലെ മറ്റുള്ളവരുടെ അനേകം കാറുകൾക്കിടയിലൂടെ സ്വന്തം കാറിനടുത്തേക്ക് നടന്നു. കഴിഞ്ഞ രാത്രിയിൽ ജമ്മുവിൽ നിന്നും ജോലി കഴിഞ്ഞ് വരുമ്പോൾ വിജനമായ ഒരു സ്ഥലത്തു നിന്നും റോഡിലേക്കൊരു കറുത്ത വസ്ത്രമണിഞ്ഞ രൂപം ഓടിയണഞ്ഞ് തൻ്റെ കാറിന് കൈ കാണിച്ചു. കാർ അടുത്തെത്തിയപ്പോൾ പർദ്ദയണിഞ്ഞൊരു പെൺകുട്ടിയാണെന്ന് മനസ്സിലായി. ബജാവോ ഭയ്യ, ബജാവോ, രക്ഷിക്കണേ ചേട്ടാ, രക്ഷിക്കണേ എന്നവൾ കേണ് തൊഴുതു പറയുന്നു. കണ്ണീർ ഒലിക്കുന്നുണ്ട്. കാര്യമറിയാതെ ഞാൻ പകച്ചു. ഭയ്യ ബജാവോ, മുझे കാശ്മീർ ടൗൺ മേ ഡ്രോപ്പ് ചെയ്യിക്കുക, മേരെ ബസ് മിസ് ഹോ ഗയാ. അവൾക്ക് പോവേണ്ട ബസ് മിസ്സായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കാശ്മീർ ടൗണിൽ വിടാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഈ രാത്രിയിൽ ഈ സുന്ദരിക്കുട്ടിയെ ഒറ്റയ്ക്ക് വിട്ടുപോകാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. കാശ്മീരിലെ ഇന്ന് നടമാടുന്ന സ്ഥിതിഗതി അനുസരിച്ച് ഇതൊക്കെ വയ്യാവിലികളാവും. അതുകൊണ്ട് പലരും പലതും കണ്ടില്ലെന്ന് നടിച്ച് ജീവിക്കുകയാണിവിടെ. പക്ഷെ ഇതൊരു പെൺകുട്ടിയാണ്. അയാൾ ഓർത്തു, ഒരു സഹായമല്ലേ. കൂടുതൽ ചിന്തിച്ചാൽ വ്യക്തിത്വത്തിന് വിലയില്ലാതാകും, ജീവിക്കാൻ പറ്റില്ല. ആവോ. ഡോർ തുറന്നു കൊടുത്തു. കാറിന്റെ പിറകിൽ കയറി അവളിരുന്നു. കൃഷ്ണകുമാർ ഡോറടച്ച് യാത്ര തുടർന്നു. അവളുടെ കയ്യിൽ ആകെയുള്ളത് ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഉപയോഗിക്കുന്ന ബാഗ് മാത്രമാണ്. ബാഗ് കാ അന്തർ മേ ക്യാ ഹേ? നിന്റെ ബാഗിനുള്ളിൽ എന്താണെന്ന് അവൻ ചോദിച്ചു. മേരെ കോളേജ് ബുക്ക് സാബ്. കാറ് കാശ്മീർ ടൗണിലെത്തിയിട്ടും അവൾ ഇറങ്ങാതെ ഇരിക്കുന്നത് കൊണ്ട് അയാൾ ചോദിച്ചു, ഇറങ്ങുന്നില്ലേ? ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു മറുപടി. വിശദമായി അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, വംശഹത്യ നടത്തുന്ന തീവ്രവാദികളിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്ന വഴിയാണ് തൻ്റെ കാർ കണ്ട് അവൾ കൈ കാണിച്ചത്. അവളുടെ കുടുംബത്തിൽപ്പെട്ട ഏവരെയും അക്രമികൾ വെടിയുതിർത്ത് വധിച്ചു. കോളേജിൽ പോയി വരികയായിരുന്ന അവൾ വഴിയിൽ വെച്ച് വിവരം മണത്തറിഞ്ഞു. പിന്നെ കണ്ണിൽ കണ്ട വഴിയിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് തൻ്റെ വണ്ടിക്ക് മുന്നിൽ വന്നുപെട്ടത്. വൈകിട്ട് അയാൾ ഡ്യൂട്ടി കഴിഞ്ഞ് വേഗം വന്നു. കയ്യിൽ പെൺകുട്ടിക്കുള്ള ഭക്ഷണം കരുതിയിരുന്നു. ഫ്ളാറ്റിൻ്റെ ഡോർ തുറന്നു. അകത്ത് കയറി. പെൺകുട്ടി ബെഡിൻ്റെ ഒരു മൂലയിൽ ചുരുണ്ട് കിടക്കുകയാണ്. ഗാഠനിദ്രയിലാണ്. ഇന്നലെ കുറേ വൈകിയാണ് പെൺകുട്ടിയെയും കൊണ്ട് ഫ്ളാറ്റിലെത്തിയത്. താൻ തറയിൽ കിടന്ന് അവൾക്ക് ബെഡ് ഒഴിഞ്ഞു കൊടുത്തു. പാവം, ചിലപ്പോൾ സംഭ്രമം കാരണം ഇന്നലെ ശരിക്കും ഉറങ്ങിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാവും ഇപ്പോൾ ഉറങ്ങുന്നത്. ഉറങ്ങട്ടെ, അയാൾ കരുതി. കതകകത്തു നിന്നും കുറ്റിയിട്ട് അയാൾ വസ്ത്രം മാറി കുളിക്കാനായി ബാത്റൂമിൽ കയറി. തണുത്ത വെള്ളം തലയിൽ വീണപ്പോൾ എന്തെന്നില്ലാത്ത ഉന്മേഷം തോന്നി. അയാൾ കുളി കഴിഞ്ഞ് വന്നപ്പോൾ അവൾ ഉണർന്ന് ബെഡിലിരിക്കുകയായിരുന്നു. അയാളെ കണ്ടപ്പോൾ അവൾ ചിരിക്കാൻ ശ്രമിച്ചു. എങ്കിലും ഭയം മൂലം അത് വിഫലമായി. അയാൾ കൊണ്ടുവന്ന പൊതികളിലൊന്ന് അവൾക്കുള്ള വസ്ത്രങ്ങളായിരുന്നു. 2 ജോഡി ചുരിദാർ, പിന്നെ അത്യാവശ്യം പെൺകുട്ടികൾക്ക് വേണ്ടുന്ന മെറ്റീരിയൽസ് കൂടിയാണ്. അതിലെല്ലാം പെടും. സ്നാനയെ ക്യാ ബഹൻ? കുളിക്കുന്നില്ലേ സഹോദരി? നെഹി. ഇല്ല, അവൾ നാണത്തോടെ പറഞ്ഞു. ക്യൂ നെഹി? കരോ, ഇസ്ക അന്തർ പൂര സ്നാൻ ഹേ. കുളിച്ചോളൂ, അതിനു വേണ്ടുന്ന സാധനങ്ങളൊക്കെ അതിനുള്ളിലുണ്ട്. അവൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവളെ ഏൽപ്പിച്ചു. അത് വാങ്ങി ഓരോന്നും നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു വരുന്നത് അവൻ കണ്ടു. അതിൽ നിന്നും ബാത്ത് ടവലും മാറാനുള്ള വസ്ത്രങ്ങളും എടുത്ത് അവൾ കുളിക്കാൻ കയറി. അയാൾ ഓർത്തു, നാട്ടിൽ ഇപ്രാവശ്യം പോയിട്ട് എന്തോരം പെൺകുട്ടികളെയാണ് പെണ്ണു കാണാൻ പോയത്. കാഴ്ചയിൽ പെൺകുട്ടികൾക്ക് അവനെ ഇഷ്ടപ്പെടുന്നു. പക്ഷെ ജോലി അങ്ങ് ഉത്തരേന്ത്യയിലാണെന്നറിയുമ്പോൾ അവരുടെ മുഖം മങ്ങുന്നു. ആർക്കും കാശ്മീരിൽ ജോലിയുള്ള പയ്യനെ വേണ്ട. ഇവിടെയുള്ള സൺഫ്ലവർ ഓയിൽ മിൽസിൽ ജനറൽ മാനേജർ പോസ്റ്റിലാണ് താനെന്ന് പറഞ്ഞിട്ടും കേരളത്തിലെ പെൺകുട്ടികളുടെ ഒരു പരട്ട തന്ത വരെ തൻ്റെ 1.5 ലക്ഷം ശമ്പളത്തെ വകവച്ചില്ല. കമ്പനി വക ചിലവിൽ ഫ്ളാറ്റിൽ രാജകുമാരനെ പോലെ കഴിയുന്ന തൻ്റെ ഔന്നിത്യം പുച്ഛമാണ് ഈ കേരളത്തിലെ വിവാഹ കമ്പോളത്തിൽ. അതിൻ്റെ നൈരാശ്യത്തിലാണ് താനുള്ളത്. ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം. അങ്ങനെ ഇരിക്കെയാണ് ഇന്നലെ ഈ പുതിയ കുരിശ് വന്ന് വണ്ടിക്ക് ചാടിയത്. പോലീസിൽ അറിയിച്ചാലോ എന്ന് വിചാരിച്ചു. അവരിവളെ കണ്ട മാത്രയിൽ കൊണ്ടുപോയി സ്റ്റേഷനകത്തിട്ട് ചാമ്പും. അത് കാശ്മീരിൽ കിടക്കുന്ന തനിക്ക് നന്നായി അറിയാം. ഗുരുവായൂരപ്പ, ഇതാരാ മുന്നിൽ നിൽക്കുന്നത്? പർദ്ദയിൽ നിന്നും താൻ വാങ്ങിയ ചുരിദാറിലേക്ക് വന്നപ്പോൾ പെൺകുട്ടി ഈശ്വര ദേവിയായ പോലെ. അന്തം വിട്ട് വാപൊളിച്ചു നിൽക്കുന്ന അവനെ നോക്കി അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, കൈസേ ഹിസാബ് അച്ചീഹി? പിന്നല്ലാതെ സുന്ദരി തന്നെ, അച്ചീഹി. അവൻ കൈകൊണ്ട് നന്നായിട്ടെന്നുള്ള ആംഗ്യം കാണിച്ചു പറഞ്ഞു. ഏകദേശം അളവ് പറഞ്ഞെടുത്തതാണ്. പക്ഷെ ഇത്രയും കംഫർട്ടായി മാച്ച് ആവുമെന്ന് വിചാരിച്ചതല്ല.
मुझे भी कमाल हुआ, मैं नहीं आता है, फिर इतना कറക്റ്റ് സൈസ് കൈസേ പകടാ സാബ്. എനിക്കും അത്ഭുതം തോന്നുന്നു, ഇത്രയും കറക്റ്റായ സൈസ് ഞാൻ വരാതെ പോലും എങ്ങനെ എടുക്കാൻ പറ്റി സാബിന്? അതും പറഞ്ഞ് അവൾ ചിരിച്ചു. മുത്തുപൊഴിയുന്ന ആ ശബ്ദം, ഗോതമ്പ് നിറമുള്ള മുഖം, വശ്യതയാർന്ന രൂപം. അയാൾക്ക് തൻ്റെ ജീവിതത്തിലെ ഈ മാറ്റങ്ങൾ വിശ്വസിക്കാൻ പറ്റാണ്ടായി. ഭക്ഷണപ്പൊതി കാണിച്ച് കഴിക്കാൻ പറഞ്ഞു. അവൾ അതെടുത്ത് വീതം വെച്ച് 2 പ്ലേറ്റുകളിലാക്കി ഒന്ന് അയാൾക്ക് നൽകി, മറ്റേത് അവൾ കഴിച്ചു. അയാളും അവളും ഹിന്ദിയിൽ ഒരുപാട് സംസാരിച്ചു. അയാളുടെ എല്ലാ സംശയങ്ങളും നീങ്ങി. നാട്ടിലെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയാ അപ്പോൾ നിനക്കിനി എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക? എവിടെ നിന്നെങ്കിലും കോളേജിൽ പോകാമെന്ന് വെച്ചാൽ അവിടെ തന്നെ വിഘടനവാദികളുടെ ചാരന്മാരുണ്ടല്ലോ, അവർ നിന്നെ ഒറ്റിക്കൊടുക്കും. അതെ ജീസാബ്, തൽക്കാലം നിനക്കൊരു ഒളിത്താവളം അത്യാവശ്യം അല്ലേ? വേണം. തീവ്രവാദികൾ എന്നെ കണ്ടെത്തും, അവരുടെ കയ്യിൽ കിട്ടിയ കൊല്ലും, അവൾ ഭയത്തോടെ പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താ പരിപാടി? സാബിന് എന്നെ നോക്കാൻ പാടാണോ? അങ്ങനെയെങ്കിൽ എന്നെ അടുത്ത ടൗണിൽ വിട്ടേക്ക്, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം, അവൾ ഇത്തിരി സങ്കടം കലർന്ന ശബ്ദത്തിൽ പറഞ്ഞു. എങ്ങനെ? അയാൾ തിരക്കി. ഞാനൊരു പെണ്ണല്ലേ, ബാക്കി ഞാൻ പറയണോ? അതൊന്നും വേണ്ട, എനിക്ക് നിന്നെ പോറ്റാൻ യാതൊരു മടിയുമില്ല. നാട്ടിലെ അവസ്ഥ ശാന്തമാകും വരെ നിനക്കിവിടെ കഴിയാൻ കുട്ടി. അവൾക്കത് ആശ്വാസമായി. ഭക്ഷണം കഴിച്ച് TV ഓൺ ചെയ്തു. അവൾ പകൽ മുഴുവനും TV കണ്ടിട്ടുണ്ടാകുമെന്ന് അയാൾക്ക് തോന്നി. ഇവിടെ വന്നിട്ട് TV ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയും വേഗതയും അതാണ് സൂചിപ്പിക്കുന്നത്. ഇടയ്ക്ക് തീവ്രവാദികൾ വളഞ്ഞ അവളുടെ ഗ്രാമത്തിൻ്റെ ന്യൂസ് കണ്ടു. പട്ടാളം പ്രത്യാക്രമണത്തിന് മുതിരുന്നതേ ഉള്ളൂ. ഇനിയും നാളുകളേറെ പിടിക്കും ക്രമസമാധാനം ആ നാട്ടിൽ പുനഃസ്ഥാപിക്കപ്പെടാൻ. രാത്രിയിൽ ഉറങ്ങാനായി തറയിൽ കോപ്പ് കൂട്ടുന്നത് കണ്ട് അയാൾ പറഞ്ഞു. തറയിൽ ഞാൻ കിടന്നോളാം, സഹോദരി ബെഡിൽ കിടന്നോളൂ. വേണ്ട സാബ്, ഞാൻ തറയിൽ കിടന്നോളാം. സാറിനെ പോലൊരു പുരുഷനെ തറയിൽ കിടത്തി എനിക്ക് കട്ടിലിൽ കിടക്കേണ്ട. അവൾ വാശി പിടിച്ച് തറയിൽ വിരിവിരിച്ചു കിടന്നു. മനസ്സില്ലാ മനസ്സോടെ അയാൾ ബെഡിൽ കിടന്നു. രാത്രിയിൽ എപ്പോഴോ അയാൾ ഉറക്കമുണർന്നു. അയാൾ പെൺകുട്ടി കിടക്കുന്നിടത്ത് നോക്കി. അവിടെയില്ല. ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. എന്തു പറ്റിയതായിരിക്കും? അയാൾ ചിന്തിച്ച് റൂമിൽ ലൈറ്റിട്ടു. അപ്പോൾ അയാൾ കൊണ്ടുവന്ന നാപ്കിൻ പാട് പൊട്ടിച്ച് മേശയിലിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഒരെണ്ണം അതിൽ നിന്നും എടുത്തിട്ടുണ്ട്. പാവം, പീരീഡ്സ് ആയിട്ടുണ്ടാവാം. താൻ കണ്ടറിഞ്ഞ് വാങ്ങിച്ചത് നന്നായി. അയാൾ വേഗം ലൈറ്റ് ഓഫ് ചെയ്ത് കട്ടിലിൽ കിടന്ന് മേലിൽ പുതപ്പ് വലിച്ചിട്ടു. രാവിലെ കോഫിയും റെഡിയാക്കി അവളാണ് അയാളെ വിളിച്ചുണർത്തിയത്. അയാൾക്ക് സന്തോഷമായി. വീട് വിട്ടാൽ പിന്നെ ഇത്തരം കാര്യങ്ങൾ സ്വയം ഉണ്ടാക്കി ശീലിച്ച അയാൾക്ക് അതൊരു നല്ല അനുഭവമായി. അന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ കിച്ചണിലേക്ക് അത്യാവശ്യം വേണ്ടുന്ന പാത്രങ്ങൾ, പച്ചക്കറികൾ, കറിക്കൂട്ടുകൾ, അരി, ഗോതമ്പ് പൊടി തുടങ്ങി പലവ്യഞ്ജനങ്ങൾ, പിന്നെ ഇത്തിരി ഇറച്ചിയും വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. ഡോറിന് മുന്നിലെത്തി ചാവിയിട്ട് ഫ്ലാറ്റിന്റെ പുറത്തു നിന്നും ലോക്ക് ചെയ്ത ഡോർ തുറക്കുമ്പോൾ അയാൾക്ക് ചെറിയ കുറ്റബോധം തോന്നി. പൂട്ടിയിട്ട് പോയത് ശരിയാണോ? തൽക്കാലം ശരി തന്നെ. അല്ലാണ്ട് ഒരു പെൺകുട്ടിയെ കയറ്റി ഫ്ലാറ്റിൽ താമസിപ്പിച്ചെന്ന് അയൽ ഫ്ലാറ്റുകാർ കണ്ടാൽ എന്ത് കരുതും? പൂട്ടിയിട്ട് പോകുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഇവിടെ പെൺകുട്ടിയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. മറിച്ചാണെങ്കിൽ ഈ അവസരത്തിൽ പലായനം ചെയ്തു വന്ന ഒരു പെൺകുട്ടി തൻ്റെ ഫ്ലാറ്റിലുണ്ടെന്നറിഞ്ഞാൽ പ്രശ്നമാകും. തന്നെക്കാൾ ഈ കുട്ടിയുടെ ജീവനെയും നിലനിൽപ്പിനെയും ആയിരിക്കും അത് കൂടുതലായി ബാധിക്കുക. എവിടം വരെ ചെല്ലുമെന്ന് നോക്കാം. അയാൾ മനസ്സിനെ സാന്ത്വനിപ്പിച്ചു. മുറിയിൽ ആകെ പരിമളം വർദ്ധിച്ചിരിക്കുന്നു. മേശപ്പുറത്ത് അലക്കി തേച്ച ഷർട്ടുകൾ അട്ടിയായി വെച്ചിരിക്കുന്നു. കൂടാതെ പാൻസും. അവൾ വാഷിംഗ് മെഷീനിൽ എല്ലാം അലക്കി എടുത്ത് അയൺ ചെയ്തു വെച്ചിരിക്കുന്നു. അയാളെ കണ്ട് അവൾ ഇരുന്നിടത്തു നിന്നും പുഞ്ചിരി തൂക്കി എഴുന്നേറ്റ് നിന്നു. വേണ്ട, ഇരുന്നോളൂ ബഹൻ എന്ന് പറഞ്ഞ് അയാൾ സാധനങ്ങൾ കിച്ചണിൽ കൊണ്ട് വെച്ച് വന്നിട്ട് അവളോട് വീണ്ടും പറഞ്ഞു. കൃതിക ബഹൻ, ഇനി നമ്മൾക്ക് ഭക്ഷണം ഇവിടെ തന്നെ ഉണ്ടാക്കി കഴിക്കാലോ. വെറുതെ ഇരുന്ന് മുഷിയുണ്ടല്ലോ അല്ലേ? സാബ്, ഞാനത് പറയാനിരിക്കുകയായിരുന്നു. താങ്ക്സ്. ഓംലറ്റും ജ്യൂസും മാത്രമേ ഇന്ന് വരെ അയാൾ ആ കിച്ചണിൽ പാചകം ചെയ്തിരുന്നുള്ളൂ. ബാക്കിയൊക്കെ പാഴ്സൽ കൊണ്ടുവന്ന് കഴിക്കുകയാണ് പതിവ്. അവിടെ ചോറ് വേവുകയും ചപ്പാത്തി ഉരുളുകയും കാശ്മീരി ചില്ലി ചേർത്ത കറി ഒരുങ്ങുകയും ചെയ്തു. ആദ്യമായി അയാൾ പണ്ഡിറ്റ് സ്ത്രീകളുടെ പാചക കൈപ്പുണ്യം എന്തെന്നറിഞ്ഞു. ചിക്കൻ കറി നന്നായി വെച്ചിരിക്കുന്നു. പക്ഷെ അവൾ തൊട്ടു നോക്കിയിട്ടില്ല. അവർക്ക് നിക്ഷിപ്തമാണത്രേ മാംസം. അവൾ കഴിക്കുന്നത് പച്ചക്കറിയും തൈരുമൊക്കെ കൂട്ടിയുള്ള തനി ബ്രാഹ്മൺ ഭക്ഷണം. പിറ്റേന്ന് വൈകിട്ട് വരുമ്പോൾ എക്സ്ട്രാ ഒരു ബെഡും വിരികൾ, തലയിണ എന്നിവ കൂടി അയാൾ വാങ്ങിച്ചു. കൃതിക നിലത്ത് കിടക്കുന്നത് അയാൾക്ക് സഹിക്കാനായില്ല. ആകെ കൂടി ഒരു ഉത്സാഹവും സന്തോഷവും ആ ഫ്ലാറ്റിൽ നിറഞ്ഞു നിന്നു. അന്ന് അയാൾ വരുമ്പോൾ ഒരു പട്ടുസാരിയും ബ്ലൗസ് സെറ്റും കൊണ്ടാണ് വന്നത്. കൃതിക, ഇതൊന്നണിഞ്ഞു നോക്കൂ. അവൾ ആ സാരി എടുത്ത് ബ്ലൗസും അണിഞ്ഞു. ഒരു ഐശ്വര്യ ദേവതയെ പോലെ തോന്നി. കൊള്ളാം കൃതിക, നന്നായി ചേരുന്നു. താങ്ക്സ് സാബ്. പ്ലീസ് ബഹൻ കൃതിക,
ഇനിയെങ്കിലും എന്നെ ഇങ്ങനെ വിളിക്കരുതേ. പിന്നെ അവൾ കൗതുകത്തോടെ ചോദിച്ചു. കൃഷ്ണകുമാർ എന്നാണ് അയാളുടെ പേര്. എങ്കിലും എല്ലാവരും കിഷൻ എന്നാണ് വിളിക്കുക. കിഷൻ എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ കിഷൻ ഭയ്യ എന്ന് വേണ്ടേ? വേണ്ട കൃതിക, ഒള്ളി കിഷൻ. ഓക്കേ? ഓക്കെ കിഷൻ ജി. ജിയും വേണ്ടാട്ടോ. കിഷൻ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പെങ്ങളില്ലാതിരുന്ന കൃഷ്ണകുമാർ ഒരു സഹോദരിയെ പോലെ അവളെയും കൊണ്ട് ദിനങ്ങൾ തള്ളി നീക്കി. മാസങ്ങളോളം അങ്ങനെ കഴിയവേ കൃതികയിൽ കിഷനോടൊരു പ്രേമം ഉദിച്ചു. പലപ്പോഴും പ്രപ്പോസൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോഴൊക്കെ കിഷന്റെ ബഹൻവിളി അവളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. എങ്കിലും അവൾ അവളുടെ ഉള്ളിൽ കിഷൻ തന്റെ പതിയാണെന്ന് ഉറച്ചു തന്നെ വിശ്വസിച്ചു. കിഷനെ ഭർത്താവാക്കി ശിഷ്ടകാലം കഴിച്ചുകൂട്ടുകയാണ് ഈ അവസരത്തിൽ നല്ല ബുദ്ധിയെന്ന് അവൾക്കും തോന്നി തുടങ്ങി. പല രാത്രികളും അവൾ നേരെ ഉറങ്ങാതെയായി. കിഷനുള്ള ഭക്ഷണമുണ്ടാക്കി അവൾ ബെഡിൽ ഇരുന്നും കിടന്നും സമയം പോക്കും. ഫ്ളാറ്റിലെ ജീവിതം ഏറെക്കുറെ ബോറടിപ്പിക്കുന്നുണ്ടെങ്കിലും കിഷനൊത്തുള്ള കുറേ ഭാഗങ്ങൾ രസകരവും ആനന്ദകരവുമായി അവൾക്ക് തോന്നി. പാതിരാത്രിയിൽ കിഷൻ ഒരു പ്രാവശ്യം എന്നും ഒന്നിനു വേണ്ടി ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പോകാറുണ്ട് എന്നവൾക്കറിയാം. ഈ പുരുഷന്മാരെ എങ്ങനെയാണ് വീഴിക്കുക? അവൾ ആലോചിച്ചു. ചെല്ലമ്മ പറഞ്ഞു തന്ന പല പുരാണ കഥകളിലും പല അടവുകളും അവൾ ഓർത്തു കിടന്നു. അന്ന് രാത്രി കിഷൻ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാനുള്ള നേരം കാത്ത് അവൾ ഉറങ്ങാതെ കിടന്നു. കിഷൻ എഴുന്നേറ്റ് ലൈറ്റിട്ടു. കൃതിക കിടക്കുന്ന ബെഡിലേക്ക് ഒന്ന് നോക്കിയതേ ഉള്ളൂ. അയാൾ വേഗം കണ്ണു പിൻവലിച്ചു. കൃതികയുടെ വസ്ത്രങ്ങൾ ഉറക്കത്തിൽ അങ്ങിങ്ങായി സ്ഥാനം തെറ്റിക്കിടക്കുന്നു. പുതപ്പ് പോലുമില്ല. എന്നും പേടിച്ച് പതുങ്ങി പൂച്ചയെ പോലെ ഉറങ്ങുന്നത് കണ്ടിട്ട് കിഷന്റെ സങ്കടം വന്നിട്ടുണ്ട്. ഇന്ന് മോൾക്ക് എന്തു പറ്റി? പാവം, ഉറക്കത്തിൽ സംഭവിച്ചതായിരിക്കും. അയാൾ വേഗം പുതപ്പെടുത്ത് അവളെ പുതപ്പിച്ചു. ബാത്റൂമിൽ പോയി വന്നിട്ട് കിടന്നുറങ്ങി. ആ സമയം കണ്ണടച്ച് ഉറക്കം നടിച്ച കൃതിക ഒരു നെടുവീർപ്പിലൊതുക്കി അവളുടെ ഇച്ഛകൾ. നാളുകൾ കഴിയവേ കിഷനെ വിവാഹം ചെയ്ത് മാന്യമായി ജീവിക്കണമെന്ന ആഗ്രഹം അവളിൽ ശക്തിപ്പെട്ടു. ഒരു ദിവസം രാത്രി ഉറങ്ങുമ്പോൾ ശ്വാസം മുട്ടി കിഷൻ കണ്ണു തുറന്ന് നോക്കുമ്പോഴുണ്ട് കൃതിക അവന്റെ മേലിൽ കയറി നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ്. പുറത്ത് നന്നായി മഴയും ശക്തമായ ഇടിമിന്നലും. കൃതിക ബഹൻ, മോൾക്ക് എന്തു പറ്റി? കിഷൻ അത്ഭുതപ്പെട്ട് തൻ്റെ മേൽ ചേർന്ന് കിടക്കുന്ന കൃതികയുടെ തല കൈകൊണ്ട് പൊക്കി ചോദിച്ചു. അതെ, എനിക്ക് ഇടിമിന്നൽ പണ്ടേ പേടിയാ. 1-2 പ്രാവശ്യം നന്നായി ഇടിമുഴങ്ങി. ഞാൻ പേടിച്ച് വേഗം കിഷനെ കെട്ടിപ്പിടിച്ച് കിടന്നു. കുറേ നേരമായോ? ഉവ്. അവളത് പറയുമ്പോൾ വീണ്ടും ഒരു ഇടിനാദം മുഴങ്ങി. അവൾ അവനെ ഒന്നുകൂടി മുറുക്കി കെട്ടിപ്പിടിച്ചു. ബഹൻ കൃതിക. സ്റ്റോപ്പ്. ബഹനല്ല, ഇനി മുതൽ പത്നി കൃതിക. പത്നി? സത്യമാണോ? കിഷൻ വിസ്മയിച്ചു. എസ് ഭഗവാൻ കി കസം. അത് കേട്ടതോടെ അവന്റെ കൈ ആദ്യമായി അവളുടെ പുറം തഴുകി. മമ്മി ഇരുന്ന് സ്വപ്നം കാണാതെ ഈ പ്രോഗ്രസ് കാർഡിൽ ഡാഡിയുടെ ഒപ്പ് വാങ്ങി വെക്കണേ. മകൻ കാർത്തിക് കിഷന്റെ ശബ്ദം കേട്ട് ഗർഭാലസ്യത്തിൽ മയങ്ങുകയായിരുന്ന കൃതിക ചിന്തയിൽ നിന്നും ഉണർന്നു. അന്ന് തന്നെ രക്ഷിച്ച് താമസിപ്പിച്ച അതേ ഫ്ലാറ്റിൽ അയാളുടെ ഭാര്യയായി, കാർത്തിക്കിന്റെ മമ്മിയായി, വയറ്റിൽ 2ാമത്തെ കുട്ടിയെ വഹിച്ച് ഇന്നും കഴിഞ്ഞുകൂടുകയാണ് അവൾ. അന്യോന്യം തമ്മിൽ പ്രേമം മുട്ടിയിട്ടപ്പോൾ ഫ്ലാറ്റിലെ തൻ്റെ ഉറ്റ സുഹൃത്തുക്കളുടെയും ജോലിസ്ഥലത്തെ സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ കൃതികയെ ഒരു ക്ഷേത്രനടയിൽ വെച്ച് കൃഷ്ണകുമാർ താലി കെട്ടിയിരുന്നു. അവളുടെ നാട് തീവ്രവാദ മുക്തമായോ ആയില്ലേ, അതൊന്നും അവൾക്കെന്ന് വിഷയമല്ല. അവളുടെ ലോകം കിഷൻ എന്ന അവളുടെ ഭർത്താവും കാർത്തിക് എന്ന 6ാം ക്ലാസ്സുകാരൻ പുത്രനും അവളുടെ വയറ്റിലിരിക്കുന്ന കുട്ടിയുമാണ്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.